ചങ്ങൈമാർ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ കാളിയാണ് എന്നോട് ഭയങ്കരമായിട്ട് കലിപ്പ്. കാളിയാണെന്ന് പറഞ്ഞാൽ ചിലയാൾക്ക് മനസ്സിലാവില്ല. ടെക്നോളജി ഇല്ലേ, നമ്മളെ ടെക്നോളജിയാണ് എന്നോട് ഭയങ്കരമായിട്ട് കലിപ്പ്. 2 ദിവസം മുന്നേ മൂപ്പർ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിന്. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല. കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒഴിവാക്കാൻ വിചാരിച്ചു. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും കാളിയാണെന്ന് എന്നോട് കലിപ്പുണ്ടാകാൻ കാരണമായ അൻസാരി ഉസ്താദിനെ വീഡിയോ കോൾ ചെയ്തില്ലേ, ആ വീഡിയോ കോളിന്റെ വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. അറിയോ സന്തോഷത്തെ ശബരിമലക്ക് പോകാൻ വേണ്ടി മാലയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞാനേ ഇപ്പൊ വീഡിയോ വന്നതിനറിയോ സായിച്ചേട്ടനെ ചോദിക്കാനുള്ളത് ഈ താടി കാണാൻ പറ്റുന്നില്ല. സന്തോഷം. ഈ തലയൊക്കെ കാണുമ്പോൾ പേടി വരുന്നുണ്ടോ? പൊട്ടിത്തെറിക്കാനുള്ള പേടി. സായി ഞാനിവിടെ ഞങ്ങളുടെ രണ്ടുകൂടെ പാലക്കാട് പോകുമ്പോൾ സായി എന്റെ തോളലാ കിടന്നത്. സായ ഒരു നിമിഷം എന്നെ പേടിക്കൂടായിരുന്നു മനുഷ്യ പൊട്ടിത്തെറിക്കുന്നു. എന്റെ ഉസ്താദ് ഇവനോടൊക്കെ പോയിട്ട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? താഴെ ഇരിക്കണവൻ ആരാന്ന് എനിക്കറിയില്ല, ആ മേലെ ഇരിക്കണവൻ നിങ്ങളെങ്ങനെ ആട്ടിയാട്ടി ജീവിക്കണവനാണ്. അപ്പൊ അവനൊന്നും ഒരിക്കലും സത്യം തുറന്നു പറയില്ല. നിങ്ങൾ സത്യം തുറന്നു പറയുന്ന ആൾക്കാരായിട്ട് സംസാരിക്കണം. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത വൈകുന്നേരം വരെ സംഗീ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ പണിയടിച്ച് 10 റുപ്യ ഉണ്ടാക്കി ജീവിക്കണവനാണ് അവൻ. ഞാൻ മുസ്ലിങ്ങളെ ഇങ്ങനെയാക്കി ജീവിക്കുന്നതാണല്ലോ. അങ്ങനെ എന്ത് ജോലിയുള്ളേ? അങ്ങനെ ഒരു ജോലി ഉണ്ടാ? അങ്ങനെ ഒരു ജോലി ഉണ്ടാവായിരിക്കല്ലേ? കാളിയാണ് അങ്ങനത്തെ ജോലിയായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഇങ്ങനത്തെ ജോലി. ആ ജോലി കാളിയണ്ണൻ എടുക്കുന്നിടത്തോളം കാലം കാളിയണ്ണൻ ആ ജോലിനെ കുറിച്ച് പറയാം. എനിക്ക് ആ ജോലി അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. പിന്നെ കാളിയണ്ണൻ എന്റെ ജോലിയാണ് അറിയുന്നെങ്കിൽ ഞാനുള്ളൊരു ആശാരിപ്പണിക്കാരനാണ്. ഞാൻ മാസത്തിൽ 25 ദിവസം എന്തായാലും ആശാരിപ്പണിക്ക് പോകുന്നുണ്ട്. അതിനെ കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പിന്നെ അണ്ണനെ പോലെ ഞാൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യണേ, എന്നെ ഫോളോ ചെയ്തേ പറ്റുന്ന ആരോടും പറയില്ല. എന്നെ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നതാണ്. എന്നെ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എന്റെ വീഡിയോ കാണുന്നവരാണ് അവരൊക്കെ. പക്ഷെ കാളിയണ്ണൻ ഇടക്കിടക്ക് ഫേസ്ബുക്കിൽ ഇടുന്ന് കരയുന്നത് ഞാൻ കാണലുണ്ട്, എന്നെ ആരും ഫോളോ ചെയ്യുന്നില്ല. ഇതിനിടക്ക് നമ്മളെ വാളയാർ അപ്പിസുനി ഇല്ലേ, അപ്പിസുനി പുതിയ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അയാളെ ഫോളോ ചെയ്ത്. അത് കണ്ടിട്ട് നമ്മളെ കാളിയണ്ണൻ സ്വന്തം സുഹൃത്തായ വാളയാർ അപ്പിസുനിന്റെ സംഖ്യകൾ ഫോളോ ചെയ്തതിൽ വരെ കണ്ണുകടി ഉണ്ടായിട്ട് ഇപ്പം വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വാളയാർ അണ്ണനെ ഫോളോ ചെയ്യുന്നു. എന്നെ ആരും ഫോളോ ചെയ്തെല്ലാം പറ്റി കരഞ്ഞ വ്യക്തിയല്ലേ നീ. അതുകൊണ്ട് അണ്ണൻ പറഞ്ഞ ഈ പണി എനിക്കറിയില്ല, അണ്ണൻ അറിയുന്ന പണി അണ്ണൻ എടുത്തോട്ടാ. നമുക്ക് അണ്ണന്റെ അടുത്ത വർത്താനം കേട്ടിട്ട് വരാം. ഇപ്പോൾ ഒരാളോട് ഉസ്താദ് വീഡിയോ കോൾ ചെയ്തിട്ട് താടി കണ്ടാ പേടിയുണ്ടോ, തൊപ്പി കണ്ടാ പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ട? ഉസ്താദ് എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാലോ. താടിക്കാരെ പേടിക്കുന്ന കാര്യം, ഈ തലക്കെട്ട് കെട്ടിയവരെ പേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇന്നലെ ഡൽഹിയിൽ പൊട്ടിയ വീര അറിയാലോ, അത് ഇതുപോലെ താടിയുള്ള ഒരാളായിരുന്നു. അവരെ കൂടെ പിടിച്ചവരും താടിയുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് പ്രത്യേക മോഡലുണ്ട്. ഉസ്താദ് താടി വളർത്തി തലയിൽ കെട്ടിന്ന് കരുതിയിട്ട് നിങ്ങൾ ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നില്ല. പക്ഷെ ബോംബ് പൊട്ടിക്കാൻ പോകുന്നവരുണ്ട്. അവരെ പേടിക്കുന്ന വേണം. എന്നാൽ സ്വന്തം മോൻ തീവ്രവാദത്തിന് പോകുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ നിയമത്തിന് ഒറ്റക്കുടത്ത് ഉമ്മമാരുള്ള നാടത്. മനസ്സിലായില്ലേ? അവരെ നമ്മൾ സ്നേഹിക്കണം. ഈ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം കണ്ട് ജീവിച്ചാൽ മതി. അപ്പൊ അവനോടൊന്നും നിങ്ങളിത് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അവൻ 24 മണിക്കൂറും നിങ്ങളെ മണിയടിച്ച് ജീവിക്കുന്ന ഒരുത്തനാ. അവനൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും അവന്റെ നാവുകൊണ്ട് ഒരു മുസൽമാനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്യാത്തവരോട് തെറ്റ് ചെയ്തവനെ അവൻ പറഞ്ഞതൊന്ന് കാണിച്ചു തരുമോ? പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നവൻ. പിന്നെ അവന്റെ വഴിമുട്ടി അവന് ജീവിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അവരൊക്കെ നിങ്ങളെ കണ്ട് ജീവിക്കുന്നവരാ. നിങ്ങളുടെ ഫോളോവേഴ്സിനെ, നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ആളുകളുടെയൊക്കെ വ്യൂസ് കിട്ടി അതിലൂടെ കഞ്ഞി പിടിച്ച് പോകുന്ന ആളുകൾ. അപ്പൊ അവരോടൊന്നും അണ്ണൻ പറഞ്ഞു ഞാൻ മുസൽമാനൊന്നും കുറ്റം പറയുന്നില്ല, തെറ്റ് ചെയ്യുന്ന മുസൽമാനൊന്നും കുറ്റം പറയുന്നില്ല. ഞാൻ പറയില്ല, മുസൽമാനെ കുറ്റം പറഞ്ഞില്ല, ഞാൻ ഹിന്ദുവിനെ കുറ്റം പറഞ്ഞില്ല, ഞാൻ ക്രൈസ്തവനെ കുറ്റം പറഞ്ഞില്ല. പക്ഷെ ഞാൻ കുറ്റം പറഞ്ഞത് ആരെയാണ്? മുസ്ലിം നാമധാരിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു നാമധാരിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവ നാമധാരിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എല്ലാ നാമധാരികളും ഞാൻ കുറ്റം പറയും. ഒരു മതവും തെറ്റ് ചെയ്യുന്നില്ല, ഒരു മതക്കാരനും തെറ്റ് ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ ആ മതത്തിന്റെ പേരിൽ ആ ഒരു നാമം വെച്ച് കിടക്കുന്ന കുറെ നാറികളുണ്ട്. ആ നാറികളെയാണ് ഞാൻ കുറ്റം പറഞ്ഞത്. അവരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്റെ കളിയണ്ണ. പിന്നെ അണ്ണൻ ഇടക്കിടക്കെ പറയുന്നുണ്ട് താടി വെച്ചവരെ കാണുമ്പോൾ തൊപ്പി വെച്ചവരെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട്. അപ്പൊ അണ്ണന്റെ ഇവിടെ കാണുന്ന ഈ സാധനത്തിന് തമിഴില് മുടിക്ക് പറയുന്ന പേരായിരിക്കും അല്ലേ, മീ അതായിരിക്കും അല്ലേ പറയാ. ഇതേ പോക്കാണെങ്കിൽ അണ്ണൻ ഇടക്കിടക്ക് കണ്ണാടി നോക്കണം കേട്ടാ. കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ അണ്ണനെ തന്നെ പേടിയാവും. കാരണം അത്രമാത്രം വർഗീയത, അത്രമാത്രം വിഷമാണ് അണ്ണന്റെ വായിന്ന് വന്നുകൊടുക്കുന്ന കേട്ടാ. അണ്ണൻ അതുകൊണ്ട് അണ്ണന്റെ മുഖം കണ്ണാടി കണ്ടാൽ അണ്ണന് തന്നെ പേടി തോന്നുന്ന കാലം വരാകുന്നു. നമുക്ക് ടെക്നോളജി അണ്ണന്റെ അടുത്ത കലിപ്പ് കേട്ടിട്ട് വരാം. ഈ വീഡിയോ കോൾ ചെയ്തിട്ട് തലപ്പാവ് പേടിയുണ്ടോ, താടി പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. സത്യം പറയുന്ന ആൾക്കാരോട് ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തര താടി വെച്ചവരെയും തലപ്പാവ് വെച്ചവരൊക്കെ പേടിക്കണം, പേടിക്കേണ്ടവരെ പേടിക്കണം. അങ്ങനെ പേടിക്കേണ്ട ആൾക്കാരാണ് ആ പൊട്ടിയതൊക്കെ, അല്ലെങ്കിൽ അടുത്ത പൊട്ടിക്കാൻ വേണ്ടി കാത്തിരുന്നവരൊക്കെ. എന്നാൽ ഈ നാട്ടിൽ തന്നെയാണ് സ്വന്തം മകൻ തീവ്രവാദിയായപ്പോൾ അവനെ കൊല്ലണം എന്ന് പറഞ്ഞ ഉമ്മ ഉള്ളത്. അപ്പൊ ആ ഉമ്മമാരെ പോലുള്ള മുസ്ലിങ്ങളെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കണം, അതിന് തെറ്റൊന്നുമില്ല. എന്നാൽ ഈ തലക്കെട്ടും കെട്ടി ഈ പറഞ്ഞ പോലെ താടിയും വളർത്തി മീശയും പഠിച്ച് തീവ്രവാദത്തിന് പോകുന്നവരെ വെറുക്കും വേണം, അവരെ അകറ്റി നിർത്താൻ വേണം. പക്ഷെ ഇത് പറയാൻ എനിക്ക് അർജവുണ്ട്. അവനൊന്ന് പറയട്ടെ, നിങ്ങളുടെ ഈ പറഞ്ഞ വീഡിയോ കോളിൽ നിങ്ങളോട് മറുപടി ആയിട്ടാവും പറയട്ടെ. അവന്റെ എന്താ പരിപാടി പൂട്ടിപ്പോവും.
മനസ്സിലായില്ലേ? അവന്റെ പരിപാടി കൂട്ടി അവന് പറ്റുന്ന പണി അതൊക്കെയാണ്. എനിക്ക് ഈ സംഭവം ആഘോഷിക്കുന്ന കാസ കൂസ സംഘി കുസംഗിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഇതേ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ശബരിമലയിൽ പോകാൻ വേണ്ടി വ്രതം നോക്കി മാലയിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ മാല ഊരാൻ വേണ്ടി ഇതേ മാനേജ്മെന്റ് പറയോ? അങ്ങനെ ഈ മാനേജ്മെന്റ് ആ കുട്ടിയോട് മാല ഊരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്കൂളിന്റെ അവസ്ഥ? എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? എന്തായിരിക്കും സംഘികൾ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന അവസ്ഥ? ഇങ്ങനെ എന്താ പറയാ, സംഘികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കറുപ്പെടുത്തുകൊണ്ടൊരു കുട്ടീനെ സ്കൂളിൽ കയറ്റാതിരുന്നാൽ എന്താണ് കേരളത്തിലുണ്ടാവുന്ന അവസ്ഥ? എന്താണ് ഇവിടെ സംഘികൾ ചെയ്യാന്നൊക്കെ പറഞ്ഞില്ല അവൻ. എന്താ ചെയ്ത്? ഇവിടെ എന്താ കേരളം കത്തിക്കും സംഘികൾ എന്നൊക്കെ പറഞ്ഞത്? ഏത് സംഘി കത്തിച്ചു? ഞാനടക്കമുള്ള സംഘികളാണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ ഞാനടക്കം അതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്ത്. അപ്പൊ എന്റെ കാളിയാണ് ആ സ്കൂളിന്റെ മുറ്റത്ത് പോയിട്ട് പ്രതിഷേധം ഉണ്ടാക്കി വിശ്വ ഹിന്ദു പരിഷത്ത് ആരാണ്? സംഘികളല്ലേ. പിന്നെ ഈ വിഷയത്തിൽ സ്കൂളിൽ മാലയും കറുപ്പൂട്ടിട്ട് പോകാൻ വിടത്തിന് നമ്മൾ വിസർജനം നമ്പ്യാർ വിസർജനത്തിൽ നിന്നിട്ട് ജോറായിട്ട് പ്രസംഗിച്ചിന്. അപ്പൊ നിങ്ങൾ വിസർജനം നമ്പ്യാർ സംഘിയല്ലേ? സത്യം പറഞ്ഞാട്ടല്ല നമ്മളെ കാളിയാണ് സംഘികൾ എവിടാണ് വിട്ടുപോയെന്നറിയാം. ഈ ഹിജാബ് വിഷയം ഫസ്റ്റ് വന്നോണ്ടാണ്. ഈ ഹിജാബ് വിഷയത്തിന് മുന്നെയാണ് ഈ കറുപ്പിന്റെ വിഷയം കണ്ടില്ല ഇവര് നല്ലോണം പൊളിച്ചടിക്കേന്. പക്ഷെ എന്താ ചെയ്യാ, ആദ്യം ഹിജാബ് വിഷയം വന്നോണ്ട് അതിൽ ഹിജാബിനെ എതിർത്തുകൊണ്ട് ഈ കറുപ്പെടുത്ത് സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ സംഘികൾ ആകെ പൊട്ടുപോയി. അതായത് മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന കുരങ്ങൻ ആപ്പെടുത്തപ്പോ കുരങ്ങന്റെ സുനാഫിക്കേഷൻ മരത്തിന്റെ ഇടയിൽ കുടുങ്ങിയില്ലേ? ആ കുടുങ്ങിയ അവസ്ഥയിലായി നമ്മൾ ഈ കാളിയാണെന്നും ടെക്നോളജി ആണെങ്കിലും മൊത്ത സംഖ്യകളും. പിന്നെ എനിക്ക് തോന്നുന്നു അണ്ണ ഇടക്കിടക്ക് ഈ താടിനെ കുറ്റം പറഞ്ഞത് നമ്മളെ ജീനെ താടി കണ്ടിട്ടാവുന്നു. ജി ഇടക്കിടക്ക് തൊപ്പി വെച്ച ഹോട്ടലും മറ്റേ തലപ്പാവ് വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോ എല്ലാം കാണാറുണ്ട്. ആണെന്ന് ജീനോട് എന്തോ കലിപ്പുണ്ട് തോന്നുന്നു. എന്താണ് സ്വന്തം ജീനെതിരെ ഇങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് കാളിയാണെന്റെ അവസാനത്തെ കലിപ്പും കൂടി കണ്ടിട്ട് വരാം. അങ്ങനെ ഒരു സ്കൂളിലോട്ട് മതചിഹ്നം കൊണ്ടുപോകണ്ടെന്ന് ഒരു സ്കൂൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് കറക്റ്റ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇവൻ എന്ത് ക്വാളിറ്റി അല്ല? ഇവനൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ തൊപ്പിട്ടവനെ അല്ലെങ്കിൽ താടി വെച്ചവനെ പേടിക്കണമെന്നൊക്കെ ചോദിച്ചു നിങ്ങളെ വേണ്ടേ പറയാൻ? അവന്റെ കയ്യിൽ നിന്നൊക്കെ ഒരു മാന്യമായിട്ടുള്ള മറുപടി കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കഞ്ഞു കുടിച്ചു പോകാൻ വേണ്ടി എന്തും ചെയ്യാനും എന്തും പറയാനും വേണ്ടി എന്താ പറയാ, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന പാവങ്ങളാണ് അതൊക്കെ. അത് നിങ്ങൾക്കൊന്നും, നിങ്ങൾ എന്നെ പോലത്തെ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ വീണ്ടും പറയുന്നു, തലയെ തൊപ്പിയിട്ട ഈ താടി വെച്ച തീവ്രവാദികളെ അകറ്റന്നെ വേണം. എന്നാൽ സ്വന്തം മകൻ തീവ്രവാദത്തിൽ പോയപ്പോൾ അവനെ പിടിക്കപ്പെട്ടപ്പോൾ അവനെ കൊല്ലണം, അവനെ വധശിക്ഷ കൊടുക്കണം എന്നൊരു ഉമ്മ പറഞ്ഞ ഒരു നാടാണ് നമ്മുടെ നാട്. അതുപോലത്തെ ഉമ്മമാർ അതുപോലത്തെ മുസ്ലിങ്ങളെ സ്നേഹിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. ക്ലിയർ ആയില്ലേ? ശരി എന്നാ. എന്റെ കാളിയണ്ണ, ഞാനുണ്ടല്ല കഞ്ഞി കുടിക്കുന്നത് യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടോ ഫേസ്ബുക്ക് വീഡിയോ ചെയ്തിട്ടില്ല. ഞാനൊരു ആശാരപ്പണി എടുക്കുന്നുണ്ട്. ആ പണി എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ കഞ്ഞിയായാലും ചോറായാലും ബിരിയാണി ആയാലും വെച്ച് കഴിക്കുന്നത്. എന്റെ കാളിയണ്ണ, അത് ആദ്യം അണ്ണം മനസ്സിലാക്കുക. പിന്നെ കാളിയണ്ണൻ ഈ വീഡിയോ പറഞ്ഞ ഒരു കാര്യം മാത്രം സത്യട്ടാ, ഞാൻ പാവപ്പെട്ടവനാന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണ്. ഞാൻ പാവപ്പെട്ടവനാ. അന്നന്ന് കഴിയാൻ വേണ്ടി അന്നന്ന് അധ്വാനിക്കുന്ന, അന്നന്ന് അധ്വാനിച്ച് കഴിയുന്ന നല്ലൊരു പാവപ്പെട്ടവനാ ഞാൻ. പക്ഷെ ഈ ഭൂമിയിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ വിടാത്ത പച്ച വർഗീയത പറഞ്ഞ നിന്നെപ്പോലത്തെ കാളി അണ്ണന്മാരോട് നല്ല നട്ടല്ലോടുകൂടി നിന്ന് വർത്താനം പറയാൻ കഴിയുന്ന നല്ലൊരു നട്ടല്ലുള്ള പാവപ്പെട്ടവനാണ് ഞാൻ. പിന്നെ നീ ഇപ്പം പറഞ്ഞ തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞ ഉമ്മയുള്ള നാടാണ് ആ ഉമ്മേനെ നമ്മൾ അംഗീകരിക്കുന്നത്. നിങ്ങൾ എപ്പോഴാണ് അവിടെ അംഗീകരിച്ചിട്ടുള്ളത്? നിങ്ങളുടെ സോഫിയ ഖുറേഷി എന്ന ധീരവനിതയെ, ഇന്ത്യയുടെ ധീരവനിതയെ തെറി പറഞ്ഞ ടീമല്ലേ നിങ്ങൾ? അവരൊറ്റുകാരിയാണെന്ന് പറഞ്ഞ സംഖ്യകളല്ലേ നിങ്ങൾ? അതുകൊണ്ട് ഉമ്മമാരെ ബഹുമാനിക്കുന്ന കഥയൊന്നും നീ പറയില്ല എന്റെ ചാണക സംഖ്യ. പിന്നെ ഒരു മുസ്ലിം നാമധാരിയായാലും ശരി, ഹിന്ദു നാമധാരിയായാലും ശരി, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മ ഞാനുണ്ടല്ല ബോംബ് പൊട്ടിക്കാൻ പോകുന്നത്, അല്ലെ അമ്മ ഞാൻ ഇന്ത്യന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുക്കാൻ പോകുന്ന പറ്റല്ല പോകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിനെ മൊത്തം അതിശയിപ്പിക്കാനോ അവരുടെ മതത്തിനെ മൊത്തം അതിശയിപ്പിക്കാനോ നമ്മളെ കൊണ്ടാവില്ല. നിന്നെപ്പോഴത്തെ ചാണക സംഖ്യകൾ കൊണ്ട് അത് മാത്രമേ പറ്റൂ. മുസ്ലിം നാമധാരികൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ ആ മുസ്ലിം മതത്തിനെ മൊത്തം കുറ്റം പറയാൻ വേണ്ടി നിന്നെപ്പോഴത്തെ ചാണക സംഖ്യക്കേ പറ്റൂ. അതുകൊണ്ട് നീ ഹിന്ദു എന്താണെന്നോ ഹിന്ദുവിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നു കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴല്ല ഏതെങ്കിലും മതക്കാർക്ക് കുറ്റം പറയണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗം ഇന്ത്യയിൽ നിന്ന് ഇല്ലാണ്ടാകണമെന്നല്ല. എല്ലാ മതക്കാർക്കും എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം. ബുദ്ധിയില്ലാത്ത നിന്നെ പോലത്തെ അവരുടെ തലയിൽ കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും വെക്കട്ടെ എന്നും കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. എന്റെ പ്രാർത്ഥന എപ്പോഴെങ്കിലും ദൈവം കേൾക്കുന്ന എനിക്ക് തോന്നുന്നത്. അതായത് നിന്നെ പോലത്തെ വിവരം കേട്ട ചാണക സംഖ്യയുടെ തലയിൽ ബുദ്ധിയും വിവരമൊക്കെ എപ്പോഴെങ്കിലായിട്ട് വെക്കും. ഇപ്പാണ് എന്നെ കുറിച്ച് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ചാണക തലയിൽ മനസ്സിലാകാൻ കുറച്ച് പണിയുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത്, മനസ്സിലായില്ലെങ്കിൽ ഇനിയും വീഡിയോ ആയിട്ട് വരിക. ഞാൻ എന്നെ കുറിച്ച് കൃത്യമായിട്ടാണ് മനസ്സിലാക്കി തരാം. അപ്പൊ എന്റെ ടെക്നോളജി ആണെന്നും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.